നമസ്തേ. നമ്മൾ ഇന്ന് 1201 ആണ്ട് വർഷഫലമാണ് പറയുന്നത്. ഈ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള ഒരു വർഷത്തെ ഫലം. വ്യാഴം ഇപ്പോൾ മിഥുനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അത് തുലാമാസം 1-ാം തീയതി രാത്രി കർക്കിടകം രാശിയിലേക്ക് മാറുന്നുണ്ട്. വീണ്ടും വൃശ്ചികം 19-ന് മിഥുനം രാശിയിലേക്ക് വക്രമായിട്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ പിന്നെ ഇടവം 18 ആണ്, രാത്രിയാണ്, 1 മണിക്ക് ശേഷമാണ് കർക്കിടകം രാശിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് ഈ ഫലനിരൂപണം. അപ്പോൾ വ്യാഴത്തിന് മാത്രമാണ് ഈ വർഷം മാറ്റമുള്ളത്. ഈ തുലാമാസം 1 മുതൽ വൃശ്ചികം 19 വരെ കർക്കിടകം രാശിയിൽ, വീണ്ടും വൃശ്ചികം 19-ന് അത് മിഥുനം രാശിയിലേക്ക് വീണ്ടും വക്രമായിട്ട് സഞ്ചരിക്കുന്നു. വീണ്ടും അത് ഇടവം 18 രാത്രിയാണ്, 1 മണിക്ക് ശേഷമാണ് അത് കർക്കിടകം രാശിയിലേക്ക് വരുന്നത്. അപ്പോൾ വ്യാഴത്തിന് മാത്രമാണ് മാറ്റമുള്ളത്. ശനിക്കും രാഹുവിനും കേതുവിനും ഒന്നും മാറ്റമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ധനുക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള കാര്യമാണ്. കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് കേൾക്കുക. അപ്പോൾ ഇത് വ്യക്തിയെ ആശ്രയിച്ചുള്ള ഫലമല്ല എന്നൊരിക്കൽ കൂടി പറയാണ്, നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ്. വ്യക്തി കേന്ദ്രീകൃത ഫലത്തിനൊക്കെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമൊക്കെ വച്ച് നോക്കണം. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ധനുക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള കാര്യമാണ്. അപ്പോൾ ധനുക്കൂറ് എന്ന് പറഞ്ഞാൽ മൂലം പുരാണ ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. അവർക്ക് ഈ 1201 ആണ്ട് വ്യാഴം 7-8 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു. ശനി 4-ലും രാഹു 3-ലും കേതു 9-ാം ഭാവത്തിലൊക്കെ സഞ്ചരിക്കുക. അപ്പോൾ വിവാഹയോഗമൊക്കെ ഉള്ളൊരു വർഷമാണ്. ഗാർഹിക മേഖലയിൽ സാമ്പത്തിക ആവശ്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു വർഷമാണ്. പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു വർഷമാണ്. ദൂരദേശ സഞ്ചാരം, വിദേശത്തുള്ളവർക്ക് സ്വദേശത്ത് വരാനുള്ള യോഗം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വ്യാഴം 8-ലേക്കൊക്കെ മാറുമ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. അതൊക്കെ മുൻകൂട്ടി കണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ചില ഒറ്റപ്പെടലുകൾ ഉണ്ടാവാം. എങ്കിലും പുതിയ വീട്, വാഹനം എന്നിവയ്ക്കൊക്കെ യോഗമുള്ള സമയമാണ്. ശ്രദ്ധിക്കേണ്ടത്, സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങൾക്ക് വഴങ്ങി ചെയ്യുന്ന ചില കാര്യങ്ങൾ 8-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ ദോഷകരമായിട്ട് ഭവിക്കാം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. മാതാവിനും പിതാവിനും അത്ര തന്നെ അനുകൂലമല്ല. പിതൃസഹായങ്ങൾ കുറവ് ഉള്ള ഒരു വർഷമാണ്. പിതാവിനും ആരോഗ്യ സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങൾ, ഈ ധനുക്കൂറുകാർക്കും ആരോഗ്യ സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ അലട്ടാം. എങ്കിലും ധനുക്കൂറുകാർ പ്രതികൂലമായ ചുറ്റുപാടുകളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം രാഹു 3-ാം ഭാവത്തിലാണ്. അപ്പോൾ ദൃഢനിശ്ചയം, പിടിവാശി, ഉറച്ച തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കാനൊക്കെ തോന്നും. ഈ വ്യാഴം 8-ലേക്ക് മാറുമ്പോൾ ഇടവം 18 മുതൽ ഒന്ന് ശ്രദ്ധിക്കുക. തുലാം 1 മുതൽ വൃശ്ചികം 19 വരെയുള്ള സമയത്തും ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തികപരമായിട്ട് ചില പ്രശ്നങ്ങൾ, ആരോഗ്യ സംബന്ധമായിട്ട് ചില അപകടങ്ങളൊക്കെ വരാവുന്ന സമയമാണ് വ്യാഴം 8-ലേക്ക് മാറുമ്പോൾ. അതൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത മകരക്കൂറുകാരുടെ കാര്യം. ഉത്രാടത്തിൻ്റെ അവസാന 3/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. ഈ വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുമ്പോൾ ജാതകത്തിലും കൂടി അനുകൂലമല്ലെങ്കിലാണ് കൂടുതൽ ദോഷങ്ങൾ വരിക. ജാതകത്തിൽ വ്യാഴം നല്ല സ്ഥാനത്താണെങ്കിൽ ഒരു മധ്യമാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകും. അപ്പോൾ അതും കൂടി മനസ്സിലാക്കി വെക്കുക. മകരക്കൂറ് ഉത്രാടത്തിൻ്റെ അവസാന 3/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. അവർക്ക് ഈ 1201 ആണ്ട് വ്യാഴം 6-7 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു. ശനിയാണെങ്കിൽ 3-ല്, രാഹു ആണെങ്കിൽ 2-ല്, കേതു ആണെങ്കിൽ 8-ാം ഭാവത്തിൽ. സഞ്ചാരക്ലേശങ്ങൾ വർദ്ധിക്കുന്ന വർഷം. ധനച്ചിലവുകളും വർദ്ധിക്കും. ആരോഗ്യ ക്ലേശങ്ങൾ അലട്ടും. വാക്ക് തർക്കങ്ങളിൽ നിന്ന് ഇപ്പോൾ വ്യാഴം 6-ലാണ്, അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറി നിൽക്കുക. വീട്ടിലായാലും ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലും മിത്രങ്ങളുടെ ഇടയിലാണെങ്കിലും സന്താനങ്ങളുടെ ഇടയിലാണെങ്കിലും ഒക്കെ ഒന്ന് വാക്കുകൾ ശ്രദ്ധിക്കുക. യാത്രകളൊക്കെ മാറ്റിവെക്കേണ്ടി വരാം. യാത്രകളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. വ്യാഴം 7-ലേക്ക് മാറുമ്പോൾ ബുദ്ധി ഗുണം ഉണ്ടാകും. ബുദ്ധി സാമർഥ്യവും വാക് സാമർഥ്യവും ഒക്കെ ഉണ്ടാകും. അതുമൂലം ഗുണവും ഉണ്ടാവും. ബന്ധുലാഭം, വിവാഹയോഗം, സന്താന ഗുണം ഒക്കെ ഉണ്ടാവും. വസ്ത്രാഭരണാദി ലാഭം, കാര്യങ്ങളിൽ വിജയം, വീട് വയ്ക്കുക, വാങ്ങുക, വീട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അതൊക്കെ നടക്കും. വാഹനവുമായി ബന്ധപ്പെട്ട് ഗുണമാണ്, വാഹനം വാങ്ങാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മകരക്കൂറുകാർക്ക് വ്യാഴം 7-ലേക്ക് മാറുമ്പോൾ ഗുണം ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ അത്ര അനുകൂലമല്ല. വ്യാഴം 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. കേതു 8-ലും രാഹു 2-ലൊക്കെയാണ്. ഇതിലും ലഗ്നാധിപനായ ശനി 3-ലാണ്. അപ്പോൾ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും.
എങ്കിലും വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കർക്കിടകൂറുകാരെ പോലെ തന്നെ മകരക്കൂറുകാരും. അടുത്ത കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ അര, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ 3/4 ഭാഗമാണ് കുംഭക്കൂറ്. അവർക്ക് വ്യാഴം 5, 6 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു. ശനി 2-ൽ, രാഹു ലഗ്നത്തിൽ, കേതു 7-ാം ഭാവത്തിലൊക്കെ സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ വ്യാഴം 5-ാം ഭാവത്തിലാണ്. അപ്പോൾ സ്ഥിര ഉത്സാഹവും അനുകൂലമായ സുഹൃത്ത് ബന്ധങ്ങളും അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ കുംഭക്കൂറുകാർക്ക് ഉണ്ടാകുന്ന സമയമാണ്. എങ്കിലും ജോലി സ്ഥലത്ത് മനസ്വസ്ഥത കുറയും. അതുമൂലം ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും. പ്രണയബന്ധങ്ങളിൽ വിജയമൊക്കെ ഉണ്ടാകുന്ന സമയം. തർക്കങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുക. കാരണം അത് ചില ചെറിയ വാക്കുകൾ മതി തർക്കങ്ങൾ മൂത്ത് നിയമപരമായ കാര്യങ്ങളിൽ ചെന്ന് എത്തിക്കാൻ. അതുകൊണ്ട് കുംഭക്കൂറുകാർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ബന്ധുക്കളുടെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ, എല്ലാവരുടെ ഇടയിൽ വളരെയധികം വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക. എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഉത്തരവാദിത്തമുള്ള നിയമനങ്ങൾ ലഭിക്കുക. തൊഴിൽ രംഗത്ത് സഹോദരങ്ങൾക്കാണെങ്കിൽ ജീവിത ഉയർച്ച ഉണ്ടാവാം. ഇടവം മുതൽ വ്യാഴം 6-ലേക്ക് മാറുമ്പോൾ പ്രബുദ്ധരായ അല്ലെങ്കിൽ പ്രബുലരായ ചില ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അത് തൊഴിൽ സ്ഥലത്തും ഒക്കെ. അതുകൊണ്ട് തന്നെ കരുതിയിരിക്കുക, ശ്രദ്ധിക്കുക, ആരെയും അകമഴിഞ്ഞ് വിശ്വസിക്കാതിരിക്കുക. പിന്നെ യാത്രകൾ ചെയ്യുമ്പോൾ ചില അപകട സാധ്യതകൾ വരാം. സഹോദരങ്ങളിൽ നിന്ന് ചില അസ്വാരസ്യങ്ങളൊക്കെ ഈ വ്യാഴം 6-ലേക്ക് മാറുമ്പോൾ കുംഭക്കൂറുകാർക്ക് ഉണ്ടാവാം. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. അടുത്ത മീനക്കൂറുകാരുടെ കാര്യം. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ്. അവർക്ക് വ്യാഴം ഇപ്പോൾ 4-ാം ഭാവത്തിൽ, അത് 5-ാം ഭാവത്തിലും കൂടി സഞ്ചരിക്കും. ശനി ലഗ്നത്തിൽ, രാഹു 12-ൽ, കേതു 6-ൽ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ സാമ്പത്തിക കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, വ്യവസായിക അഭിവൃദ്ധിക്ക് തടസ്സങ്ങൾ, ഇതൊക്കെ ഉള്ള സമയമാണിപ്പോൾ. മാനസിക സംഘർഷങ്ങൾ കൂടുന്ന സമയം. ചിലവ് വർദ്ധിക്കും. അകാരണമായ ചിന്തകൾ അലട്ടും. കുടുംബ കലഹങ്ങൾ, സ്വജനങ്ങളുടെ വിരോധം, ഇതൊക്കെയാണ് മീനക്കൂറുകാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആരോഗ്യക്ലേശങ്ങൾ. വ്യാഴം 5-ലേക്ക് മാറുമ്പോൾ കൈവിട്ടു പോകുമെന്ന് കരുതിയ ചില ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാം. ബിസിനസ് രംഗത്ത് ചില നേട്ടങ്ങൾ ഉണ്ടാവാം. കർമ്മരംഗത്ത് ചില നേട്ടങ്ങൾ ഉണ്ടാവാം. പുതിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ ആ സമയത്ത് ജാതകം കൂടിയൊക്കെ ഒന്ന് പരിശോധിപ്പിച്ചിട്ട് നോക്കുക. പിന്നെ വാസസ്ഥലം മോടി പിടിപ്പിക്കാം. വിവാഹയോഗമുണ്ട്, സന്താനയോഗമുണ്ട്. വിദേശ യാത്ര മോഹമൊക്കെ സബലീകരിക്കാം വ്യാഴം 5-ലേക്ക് മാറുമ്പോൾ. കാരണം ഉച്ചത്തിലേക്കാണ് വ്യാഴം മാറുക. കർക്കിടകം രാശി വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രമാണ്, ഉച്ചസ്ഥാനമാണ്. അപ്പോൾ അതിലേക്ക് മാറുമ്പോൾ പൂർവ്വപുണ്യസ്ഥാനത്താണ് 5. മീനക്കൂറുകാർക്ക് നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ അനുകൂലമല്ല. വാക്കുകളും പ്രവൃത്തികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. കുടുംബത്തിൽ, മിത്രങ്ങളുടെ ഇടയിൽ, സന്താനങ്ങളുടെ ഇടയിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോവുക. ചില ആരോഗ്യ പ്രശ്നങ്ങൾ മീനക്കൂറുകാർക്ക് ഇപ്പോൾ ഉണ്ട്. അത് അലട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇതൊരു വ്യക്തിയെ ആശ്രയിച്ചുള്ള ഫലമല്ല, നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ്. വ്യക്തിയെ പറ്റി പറയണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച സമയമൊക്കെ വെച്ചിട്ട് നോക്കണം. ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള വേദാതി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഫലമാണ്. അത് മനസ്സിലാക്കി കേൾക്കുക. താല്പര്യമുള്ളവർ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. അതനുസരിച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. എപ്പോഴും നമ്മുടെ വാക്കും പ്രവൃത്തിയും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ടതുണ്ട്. എത്ര ദോഷമായാലും നല്ലതായാലും. ദോഷമാണെങ്കിൽ നമ്മൾ ചെറിയ വാക്ക് മതി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ബുദ്ധിപരമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും